ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്ഷമ എന്നത് ഇച്ഛാശക്തിയുടെ ഒരു പ്രവൃത്തിയാണ്. ഹൃദയത്തിന്റെ താപനില എത്രയായാലും ഇച്ഛയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. വികാരങ്ങൾ കോപിപ്പിച്ചേക്കാം, പക്ഷേ അനുസരണം നമ്മെ കൂടുതൽ ഉയർന്നവരാക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ യേശു കൽപ്പിക്കുന്നു, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ക്ഷമ ദൈവ കൃപയെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ആത്മാക്കളെ കയ്പിൽ നിന്ന് മോചിപ്പിക്കുന്നു. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നാം ദൈവത്തിൽ വിശ്വസിക്കണം. വേദനാജനകമായ ഓർമ്മകൾ ഉൾപ്പെടെ ദൈവം നൽകുന്ന എന്ത് പൂർണ്ണമായും ആ കയ്യിൽ നിന്ന് സ്വീകരിക്കുക എന്നതാണ് സ്വീകാര്യത. നമ്മൾ വിശ്വാസത്തിൽ മാത്രം നീതീകരിക്കപ്പെടും, പക്ഷേ നീതീകരിക്കപ്പെടുന്ന വിശ്വാസം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ക്ഷമ പോലുള്ള പ്രവൃത്തികൾ ഇതിലുളവാകുന്നു. ഇന്ന് വെറുപ്പിന് പകരം പരിത്യജിക്കൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിന് തോന്നുന്ന ഒരു പ്രവൃത്തിയിലൂടെ ഇപ്പോൾ ക്ഷമ പ്രഖ്യാപിക്കുക. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയവുമായി യോജിപ്പിക്കുക. ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.